ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ക്ലീനിങ് ടിപ്പായിട്ടാണ്. പ്രത്യേകിച്ച് ബാത്റൂമും ടോയ്ലറ്റ് റൂമും ഒക്കെ എങ്ങനെ നമുക്ക് നല്ല ക്ലീൻ ആക്കി നല്ല ഫ്രഷ് സ്മെല്ലോട് കൂടെ വെക്കാൻ പറ്റും എന്നുള്ളതാണ്. എനിക്കറിയാം കുഞ്ഞുങ്ങളുള്ള വീട്ടിലൊക്കെ കുറച്ച് ഇച്ചിരി ബുദ്ധിമുട്ടാണ് നമുക്ക് ബാത്റൂമൊക്കെ എപ്പോഴും വൃത്തിയാക്കി വെക്കാനായിട്ട്. എങ്കിലും നിങ്ങൾ ഇനി ബാത്റൂം ക്ലീൻ ചെയ്യുമ്പോൾ ഈ കൊച്ചു ടിപ്പുകളും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും നമുക്ക് നമ്മുടെ ബാത്റൂമും ടോയ്ലറ്റ് റൂമും ഒക്കെ നല്ല നീറ്റ് ആൻഡ് ടൈഡി ആയിട്ട് വെക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ അതിലൊന്നാമത്തെ കാര്യം, നമ്മുടെ ടോയ്ലറ്റിൽ നിന്ന് നല്ലൊരു സ്മെല്ല് വരാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിൽ ഫാബ്രിക് കണ്ടീഷണർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഫാബ്രിക് കണ്ടീഷണർ നമ്മുടെ ടോയ്ലറ്റിൻ്റെ ടാങ്കിനകത്ത് ഒരു സ്പൂണോളം, ഒരു സ്പൂൺ എന്ന് പറയുമ്പം ആ ഒരു ഫാബ്രിക് കണ്ടീഷണറിൻ്റെ ഒരു അടപ്പ് നിറച്ച് നമുക്കത് ഈ ഒരു ടോയ്ലറ്റ് ടാങ്കിനകത്ത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഫ്ലഷ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ടോയ്ലറ്റ് നല്ല നീറ്റായിരിക്കും, നല്ല ടൈഡി ആയിരിക്കും. അതുമാത്രമല്ല നല്ലൊരു സ്മെല്ലുണ്ടാവും. ഇപ്പോൾ പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീടുകളിലാണെന്നുണ്ടെങ്കിൽ അവരിങ്ങനെ ടോയ്ലറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഫ്ലഷ് ചെയ്യാൻ മറക്കും. അന്നേരം നമ്മൾ കാണുമ്പോഴായിരിക്കും അയ്യോ ഫ്ലഷ് ചെയ്തില്ല എന്നൊക്കെ ഓർക്കുക. അന്നേരം നമ്മൾ ഫ്ലഷ് ചെയ്ത് കളയുമ്പോഴത്തേക്കും ഇച്ചിരി സ്മെല്ലൊക്കെ വന്നിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് എപ്പോഴും ഇങ്ങനെ ക്ലീൻ ചെയ്യാൻ ഒക്കത്തില്ല. അപ്പോൾ ഏറ്റവും നല്ലത് ഇതുപോലെ നമ്മുടെ ഫാബ്രിക് കണ്ടീഷണർ വെച്ചിട്ട് നമുക്കിതൊന്ന് ഇതിനകത്ത് ടോയ്ലറ്റ് ടാങ്കിനകത്ത് ഒഴിച്ച് നമുക്ക് ഫ്ലഷ് ചെയ്ത് കൊടുത്താൽ നല്ല ക്ലീൻ ആയിട്ട് വരും കേട്ടോ. ഇനി രണ്ടാമത്തെ കാര്യമാണ് ടോയ്ലറ്റ് ബോംബ് എന്ന് പറയുന്ന ഒരു സംഭവം. അത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ടോയ്ലറ്റ് ക്ലീനറാണ്. നമുക്ക് ഹാർപിക്കിൻ്റെ അല്ലെങ്കിൽ ടോയ്ലറ്റ് ക്ലീനറിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതിന് ടോയ്ലറ്റ് ബോംബ് എന്നാണ് പറയുക. ഇത് നമ്മൾ ഒരെണ്ണം എടുത്ത് നമ്മുടെ ടോയ്ലറ്റിൽ ഇട്ടിട്ട് ഒന്ന് ഫ്ലഷ് ചെയ്ത് കളയുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടോയ്ലറ്റ് നല്ല ക്ലീൻ ആയിട്ടിരിക്കും. ഇത് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ മേലെ കൊടുക്കാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നമ്മളിതൊരു സിട്രിക് ആസിഡും ബേക്കിംഗ് സോഡയും ഒക്കെ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ടോയ്ലറ്റ് ബോംബാണ്, അല്ലെങ്കിൽ ഒരു ടോയ്ലറ്റ് ക്ലീനറാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ വീട്ടിൽ തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ നമുക്കതിനകത്ത് ഇഷ്ടമുള്ള കളറൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഇച്ചിരി കൂടെ നല്ല കളർഫുള്ളായിട്ട് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ പറഞ്ഞ പോലെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അതിലൊന്ന് പോയി നോക്കുക കേട്ടോ. ഒത്തിരി നല്ലതാണ്. എപ്പോഴും നമ്മുടെ ബാത്റൂമിൽ വെക്കേണ്ടതായിട്ടുള്ള ഒരു പാത്രത്തിനകത്ത് അല്ലെങ്കിൽ ഒരു കുപ്പിക്കകത്ത് വെക്കേണ്ടതായിട്ടുള്ള ഒരു അത്യാവശ്യ കാര്യം തന്നെയാണ്. അപ്പോൾ ഞാനിവിടെ ടോയ്ലറ്റിൽ ഈ ഒരു റൂമിൽ ഞങ്ങളുടെ ടോയ്ലറ്റ് റൂമാണ്. ഇതിനകത്ത് ഒരു കുഞ്ഞൊരു കുപ്പിക്കകത്ത് ഇതുപോലത്തെയുള്ള ടോയ്ലറ്റ് ക്ലീനർ ഞാൻ നിറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യം യൂസ് ചെയ്ത് കഴിയുമ്പോഴോ അല്ലെങ്കിൽ ഒരു ദിവസത്തിൽ 1-2 പ്രാവശ്യം നമ്മൾ ആ ഒരു പീസ് എടുത്തിട്ട് നമ്മുടെ ടോയ്ലറ്റിൽ ഇട്ട് കഴിഞ്ഞിട്ട് അതൊന്ന് ഫ്ലഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടോയ്ലറ്റ് നല്ല നീറ്റായിട്ടിരിക്കും. ഇനി അടുത്തതാണ് നമ്മുടെ ബാത്റൂമിനകത്ത് നല്ലൊരു ഫ്രഷ്നർ എപ്പോഴും ഉണ്ടാക്കി വെക്കുക എന്നുള്ളത്. അതിന് വലിയ കാര്യങ്ങളൊന്നും വേണ്ട, നമുക്ക് നല്ല ഭംഗിയാക്കി എടുത്ത് വയ്ക്കാൻ പറ്റും. അതിന് വേണ്ടി നമുക്ക് ആവശ്യമുള്ളത് ഇച്ചിരി പഞ്ഞി ആവശ്യമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള പെർഫ്യൂം, ഇത് രണ്ടും വെച്ചിട്ട് നമുക്ക് നല്ലൊരു അടിപൊളി എയർ ഫ്രഷ്നർ ഉണ്ടാക്കാൻ പറ്റും. അതിൻ്റെ വീഡിയോയും ഞാൻ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്കും ഞാൻ ഇടാം. അപ്പോൾ നമ്മുടെ ബാത്റൂമിൽ എപ്പോഴും അതൊരു നമ്മുടെ ബാത്റൂമിൽ എന്തെങ്കിലും ഒരു സ്ലാബൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ മേലൊന്ന് വെക്കുക. അപ്പോൾ ഇതിനകത്തുനിന്ന് ഈ പഞ്ഞിക്കകത്തുനിന്ന് ഈ ഒരു പെർഫ്യൂമിൻ്റെ സ്മെല്ല് റിലീസായി കഴിയുമ്പം നമ്മുടെ ബാത്റൂമിനകത്ത് ടോയ്ലറ്റ് റൂമിനകത്തൊക്കെ നല്ലൊരു സ്മെല്ലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ കുഞ്ഞുങ്ങളുള്ള വീടുകളിലൊക്കെ ഇച്ചിരിയൊക്കെ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. പക്ഷേ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, നമ്മുടെ ബാത്റൂം നല്ലതുപോലെ സ്മെല്ല് ചെയ്യും. ഇനി ഞാൻ ചെയ്യുന്ന കാര്യം, നമ്മുടെ ബാത്റൂമിനകത്തൊക്കെ ഇതുപോലെ ഒരു വാഷിംഗ് ബേസിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് ഒരു 2-3 ദിവസം കൂടുമ്പോൾ ചെയ്യേണ്ടതായിട്ടുള്ളൊരു കാര്യമാണ്. ഇച്ചിരി ബേക്കിംഗ് സോഡ എടുക്കുക. ബേക്കിംഗ് സോഡ അപ്പക്കാരപ്പൊടി എന്നൊക്കെ പറഞ്ഞ് കിട്ടും. അപ്പോൾ പുറത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബൈകാർബണേറ്റ് ഓഫ് സോഡ എന്ന് പറഞ്ഞിട്ടാണ് കിട്ടുക കേട്ടോ. അപ്പോൾ നമുക്കിത് ആ ബേക്കിംഗ് സോഡ ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ 1.5 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ഇതുപോലെ ഒന്ന് വെതറിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊരു 1 മിനിറ്റോളം നമുക്കിതൊന്ന് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. എന്നിട്ട് നമുക്ക് ആ പൈപ്പിലെ വെള്ളമൊക്കെ ഒന്ന് തുറന്നിട്ട് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. വെട്ടി തിളയ്ക്കുന്ന വെള്ളമൊന്നും വേണ്ട, അത്യാവശ്യം ചെറിയൊരു ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ പൈപ്പിലെ വെള്ളം തുറന്നു കൊടുക്കുക. അപ്പോൾ അത് ഈ ബേക്കിംഗ് സോഡ ഇതിനകത്തോട്ട് നമ്മുടെ ആ സിങ്കിൻ്റെ പൈപ്പിനകത്തോട്ടൊക്കെ പോയി എന്തെങ്കിലും ചീത്ത സ്മെല്ലുണ്ടെങ്കിലൊക്കെ അതൊക്കെ പൊക്കോളും. അപ്പോൾ എപ്പോഴും ഒരു 2-3 ദിവസം കൂടുമ്പോൾ നമ്മുടെ വാഷിംഗ് ബേസിൻ ഇതുപോലെ ഒന്ന് ചെയ്യാൻ നോക്കുക.
ഇനി അടുത്തതാണ് നമ്മുടെ ബാത്റൂമിനകത്തോ ടോയ്ലറ്റ് റൂമിനകത്തോ ഇതുപോലെ എന്തെങ്കിലും ഒരു ബാസ്ക്കറ്റ് വേസ്റ്റ് ബാസ്ക്കറ്റ് വെക്കുമ്പം എപ്പോഴും ഉറപ്പ് വരുത്തുക മൂടികളുള്ള വേസ്റ്റ് ബാസ്ക്കറ്റ് ആയിരിക്കണം എന്നുള്ളതും, അതുപോലെ തന്നെ ഒരു ലൈനർ അല്ലെങ്കിൽ ഇതുപോലെ ഒരു കവർ നമ്മൾ അതിനകത്ത് ഇട്ടിട്ടാണ് നമ്മൾ വേസ്റ്റ് ഇടാൻ പാടുള്ളൂ. കാരണം അല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് നമ്മൾ ഈ ബാസ്ക്കറ്റിനകത്ത് വേസ്റ്റ് ഇടുമ്പോൾ ചീത്ത മണം തല്ലിക്കളഞ്ഞ പോകത്തില്ല ബാത്റൂമിൽ. പിന്നെ അതുപോലെ തന്നെ ഓരോ പ്രാവശ്യം ഈ കവർ മാറ്റുമ്പോൾ നമുക്ക് ഇച്ചിരി ബേക്കിംഗ് സോഡയും കൂടെ ഈ ഒരു കവറിനകത്ത് ഈ ഒരു ബാസ്ക്കറ്റിനകത്ത് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചീത്ത മണം ഒട്ടും തന്നെ കാണത്തില്ല. ഇനി അടുത്തത് ഞാൻ ചെയ്യുന്ന ഒരു ടിപ്പാണ് ഈ വാഷിംഗ് ലിക്വിഡ്. നമ്മൾ പാത്രം കഴുകുന്ന വാഷിംഗ് ലിക്വിഡ് വെച്ചിട്ടുള്ളൊരു പണിയാണ്. ഇപ്പോൾ പെട്ടെന്ന് നമ്മുടെ വീട്ടിലൊരു വിരുന്നുകാർ വന്നു, നമുക്ക് ക്ലീൻ ചെയ്യാൻ ഒട്ടും സമയമില്ല, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്ന ആൾക്കാരാണ്, നമ്മുടെ ടോയ്ലറ്റ് എങ്ങനെ ഇരിക്കണേന്ന് നമുക്കറിയത്തില്ല, പെട്ടെന്ന് ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓടിപ്പോയി അടുക്കളയിൽ നിന്ന് വാഷിംഗ് ലിക്വിഡ് എടുക്കുക, ഡിഷ് വാഷ് ലിക്വിഡ് എടുക്കുക. എന്നിട്ട് അത് നമ്മുടെ ഈ ഒരു ടോയ്ലറ്റിനകത്തോട്ട് നമുക്കിതൊന്ന് ഒഴിച്ചു കൊടുക്കാം. വളരെ കുറച്ച് ഒഴിച്ചാൽ മതി, ഒത്തിരി ഒന്നും ഒഴിക്കേണ്ട. ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ അതായിരിക്കും നല്ലതുപോലെ ക്ലീൻ ആവണമെന്നുണ്ടെങ്കിൽ. എന്നിട്ട് ഉടനെ തന്നെ നമ്മൾ ഫ്ലഷ് ചെയ്യുക. അന്നേരം നല്ലതുപോലെ ആ ഒരു എന്താ പറയുക, ആ ഒരു പെട്ടെന്നുള്ള ആ അഴുക്കൊക്കെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ നീറ്റായിട്ടിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ നല്ലൊരു സ്മെല്ല്. ഇപ്പോൾ നമ്മൾ ലെമൻ്റെ ഒരു വാഷിംഗ് ലിക്വിഡാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ നല്ല സ്മെല്ലും ആയിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ കൊച്ചു കൊച്ചു ട്രിക്കാണ് ഞാൻ ചെയ്യാറ്. നമുക്ക് കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഒരിക്കലും ബാത്റൂം എപ്പോഴും നല്ലതായിട്ടാണ് ഇരിക്കുക എന്ന് ഉറപ്പ് പറയാനൊന്നും പറ്റത്തില്ല. അപ്പോൾ പെട്ടെന്നായിരിക്കും വിരുന്നുകാർ ഓടി വരിക. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സമയത്ത് ഇതാണ് ഞാൻ ചെയ്യുന്ന ഒരു ടിപ്പ്. ഇനി അടുത്തൊരു ടിപ്പ് ഞാൻ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വീടുകളിലൊക്കെ ഇതുപോലെ നല്ല ഭംഗിയുള്ള കല്ലുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇതിപ്പോൾ എല്ലാ വീടുകളിലും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനിയിപ്പോൾ അങ്ങനെ ഇതുപോലെ കല്ലൊക്കെ നല്ല വെള്ളാരം കല്ലുകളൊക്കെ ഇപ്പോൾ എല്ലായിടത്തും നാട്ടിലൊക്കെ കിട്ടുന്നതാണ്, ഈ ഫിഷ് ടാങ്കിനകത്ത് ഇടാനൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ അതിൽ ഇച്ചിരി കല്ലുകളാണ് ഞാൻ മാറ്റി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കല്ലിൽ നമുക്ക് ഇതുപോലത്തെ പുതിനയില ഇട്ട് വെക്കാം. പുതിനയില വീട്ടിലെപ്പോഴും ഉള്ള ആൾക്കാർക്കൊക്കെ പറ്റത്തുള്ളൂ ആയിരിക്കും. ഞാനിപ്പോൾ ഇവിടെ പുതിനയില വളർത്തുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്കിത് കിട്ടാൻ വലിയ പാടൊന്നുമില്ല, എളുപ്പമാണ്. അതുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത്. ഈ പുതിനയില നമ്മളിതുപോലെ ഒരു പാത്രത്തിന് നമുക്കിത് ഇച്ചിരി വെള്ളാരങ്ങളിലൊക്കെ എടുത്ത് വെച്ച് അതിനകത്ത് ഈ പുതിനയിലൊക്കെ ഇട്ട് വെച്ചിട്ട് നമ്മുടെ ബാത്റൂമിനകത്തോ അല്ലെങ്കിൽ നമ്മുടെ ടോയ്ലറ്റ് റൂമിനകത്തോ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു എയർ ഫ്രഷ്നറാണ്. ഇതെന്ന് പറയുന്നത് ഒരു നാച്ചുറൽ എയർ ഫ്രഷ്നറാണ്. നമ്മൾ നമ്മുടെ ബാത്റൂമിലോട്ട് കടക്കുമ്പോൾ തന്നെ നല്ലൊരു മണമാണ്. ഈ പുതിനയിലൊക്കെ ഒരു മൈൽഡായിട്ടുള്ള ഒരു സ്മെല്ലാണ് ഉണ്ടാവുക. അപ്പോൾ ഒത്തിരി ഒന്നും വെക്കേണ്ട, ഒരു 1, 2, 3 ഇലകളൊക്കെ വെക്കാൻ നോക്കുക. എന്നിട്ട് നമുക്കിതൊരു ആഴ്ചയിൽ മാറ്റിയാൽ മതിയാവും. ഒരാഴ്ച കൂടുമ്പോൾ നമുക്കിതൊന്ന് മാറ്റി പുതിന വെക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു നാച്ചുറൽ ആയിട്ടുള്ളൊരു എയർ ഫ്രഷ്നർ ആയിരിക്കും ഇത്. ഇനി അടുത്ത എൻ്റെ ഒരു കൊച്ചു ടിപ്പാണ്, നമ്മൾ ബാത്റൂം ക്ലീൻ ചെയ്യുന്ന ബ്രഷ് ഉണ്ടല്ലോ, അതിപ്പോൾ എല്ലാ വീടുകളിലൊക്കെ നമ്മളിപ്പോൾ നല്ല ഇങ്ങനെ ഒരു സ്റ്റാൻഡിലൊക്കെ നിൽക്കുന്ന ബ്രഷൊക്കെ ആയിരിക്കും യൂസ് ചെയ്യുക. ഇനി ആ ബ്രഷിനകത്ത് എന്തുമാത്രം നമ്മൾ ക്ലീൻ ചെയ്ത് കഴുകി വെച്ചെന്നാലും എന്തുമാത്രം അണുക്കൾ ഉണ്ടാവും അറിയാമോ അതിനകത്ത്. അപ്പോൾ അത് നമ്മൾ ആദ്യം ക്ലീൻ ചെയ്യേണ്ടത് അതാണ്. അത് നമുക്ക് പക്ഷേ എന്നും നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ നമുക്ക് എന്ന് ക്ലീൻ ചെയ്യാൻ ഒക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും നല്ലത് നമ്മളിപ്പോൾ ഇതുപോലെ ഒരു അടപ്പുള്ളതൊക്കെ ആണെന്നുണ്ടെങ്കിൽ, എനിക്ക് തോന്നുന്നു നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിലും നമ്മൾ ഈ വെക്കുന്ന ഹോൾഡറിനകത്ത് ഒരു ഹോൾഡർ ഒരു കുഴി പോലെയാണ് ഇരിക്കുന്നുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഈ ഒരു കാര്യം. നമ്മൾ ഇതിനകത്തോട്ട് നമ്മുടെ ഡിഷ് വാഷ് ലിക്വിഡ് അല്ലെങ്കിൽ വാഷിംഗ് ലിക്വിഡ്, പാത്രം കഴുകുന്ന ലിക്വിഡ് ഇതിനകത്ത് ഒരു ടേബിൾ സ്പൂണോളം ഒഴിച്ച് വെച്ചിട്ട് എന്നിട്ട് നമ്മൾ ഈ ബ്രഷ് ഇതിനകത്ത് വെക്കുക. അപ്പം നമുക്കിനി എപ്പോഴും ക്ലീൻ ചെയ്യേണ്ട കാര്യമില്ല. അത് നമ്മളിനി നമ്മൾ എല്ലാ ദിവസവും ക്ലീൻ ചെയ്തില്ലെങ്കിലും ഇതൊരു ഡിസിൻഫെക്റ്റൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ബാക്ടീരിയാസ് പെരുകോ അങ്ങനെയൊന്നുമില്ല, നല്ലൊരു മണം ഉണ്ടാവും. അതുകൊണ്ട് നമുക്കിനി ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ബാത്റൂം ക്ലീനൊക്കെ കഴുകി കഴിഞ്ഞാൽ മതിയാവും. കഴുകി കഴിയുമ്പം ഇതുപോലെ വേണം നമ്മൾ ഇതിനകത്ത് ഇട്ട് വെക്കാനായിട്ട്. ഇനി അടുത്തതാണ് നമ്മുടെ ബാത്റൂമിനകത്തോ അല്ലെങ്കിൽ ടോയ്ലറ്റ് റൂമിനകത്ത് നമ്മൾ താഴെ ഇടുന്ന ചവിട്ടി. ഈ ചവിട്ടി നമുക്ക് എല്ലാ ദിവസവും ക്ലീൻ ചെയ്യാനൊക്കെ ഒന്നുമില്ല. പക്ഷെ അന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ കുഞ്ഞുങ്ങളൊക്കെ കുളിക്കാൻ കയറി ഇറങ്ങിയൊക്കെ കഴിയുമ്പോഴത്തേക്കും ആ ചവിട്ടി ഒരു പരിവാവാറുണ്ട്. അപ്പോൾ അതിന് ഏറ്റവും നല്ലത് ഇതേപോലെ നമ്മൾ ഈ ഒരു ചവിട്ടിയുടെ മേലെ ഒരു 2 ദിവസം കൂടുമ്പോൾ ഇതുപോലെ ബേക്കിംഗ് സോഡ നല്ലതുപോലെ വെതറി കൊടുക്കുക. നല്ലതുപോലെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വെതറിയാൽ മതി. എന്നിട്ട് നമ്മൾ ഇതൊന്നൊരു 2-3 മിനിറ്റോളം നമുക്ക് ഇതൊന്ന് അങ്ങനെ തന്നെ ഇടാം. പറ്റുവാണെന്നുണ്ടെങ്കിൽ ഒരു കുഞ്ഞ് ബ്രഷ് എടുത്തിട്ട് നമുക്കിതൊന്ന് പരത്തി കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഞാൻ കൈകൊണ്ട് തന്നെയാണ് ചെറുതായിട്ടൊന്ന് കുടഞ്ഞ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതിന് ശേഷം ഒരു 2-3 മിനിറ്റ് അതവിടെ ഇരിക്കട്ടെ. ഇരുന്നതിന് ശേഷം നമുക്കിതൊന്ന് പൊടിയൊന്ന് തട്ടിക്കളയാം. അത് നമുക്ക് വെളിയിൽ കൊണ്ടുപോയി തട്ടിക്കളയാം. അത് കഴിഞ്ഞ് നമ്മുടെ ഈ ഒരു ചവിട്ടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു വ്യത്യാസമായിരിക്കും. നമ്മുടെ ചവിട്ടി നല്ല നീറ്റായിട്ട് ഇരിപ്പുണ്ട്. ഇനി ചീത്ത മണങ്ങളുണ്ടെങ്കിൽ ആ ചീത്ത മണങ്ങൾ പൊക്കോളും, എന്തെങ്കിലും അണുക്കളുണ്ടെങ്കിൽ അതും പൊക്കോളും. അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്യാം. നമുക്ക് ചിലപ്പോൾ എല്ലാ
എല്ലാവരുടെ വീട്ടിലും അകത്ത് ഇപ്പം എനിക്ക് തോന്നുന്നു വെളിനാട്ടിലൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ അകത്ത് നമ്മൾ ചവിട്ടിയിടാനുള്ള സൗകര്യം ഉണ്ടാവും. നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ബാത്റൂമിലോട്ട് കയറുന്ന ആ ഒരു ഭാഗത്ത് താഴെയായിരിക്കും ഇടുന്നുണ്ടാവുക. അപ്പോൾ ആ ചവിട്ടിയാണെന്നുണ്ടെങ്കിലും ഇതുപോലെ ചെയ്യുക. കാരണം ചവിട്ടികൾ എന്നൊക്കെ പറയുന്നത് എപ്പോഴും മണം പെട്ടെന്ന് പിടിക്കാൻ സാധ്യതയുള്ളൊരു സംഭവങ്ങളാണ്. അപ്പോൾ അത് ഈ ഒരു ബേക്കിംഗ് സോഡ വെച്ച് നമുക്ക് തീർക്കാവുന്നതേ ഉള്ളൂ. അല്ലാതെ നമുക്ക് എല്ലാ ദിവസവും ഇത് അലക്കേണ്ട കാര്യം ഇല്ല. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഫോളോ ചെയ്യുന്ന കൊച്ചു കൊച്ചു ടിപ്പുകൾ. കാരണം ഇതൊക്കെ ഒരു തട്ടിക്കൂട്ട് ടിപ്പാണെന്ന് അറിയാം, എങ്കിൽ പോലും നല്ലൊരു റിസൾട്ടാണ് ഇതിനൊക്കെ. നമുക്ക് നമ്മുടെ ബാത്റൂമും ടോയ്ലറ്റും എപ്പോഴും എന്നും നമുക്ക് നീറ്റായിട്ടും ടൈഡി ആയിട്ടും സൂക്ഷിക്കാൻ പറ്റും. അതുമാത്രമല്ല നമുക്ക് അതിന് വേണ്ടി എപ്പോഴും ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. ഇതുപോലെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. പിന്നെ നമ്മുടെ വീട്ടിൽ ബേക്കിംഗ് സോഡ എന്ന് പറയുന്ന ഒരു സംഭവം അല്ലെങ്കിൽ അപ്പക്കാരപ്പൊടി എന്ന് പറയുന്ന ഒരു സംഭവം മേടിച്ച് വെക്കുക. അത് നമ്മൾ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. നമ്മുടെ വീടുകളിൽ നമ്മുടെ ക്ലീനിങ് പർപ്പസ് ഒത്തിരി നല്ലതാണ് ഈ ഒരു സംഭവം. അപ്പോൾ അത് മേടിച്ച് വയ്ക്കാൻ ആരും മറക്കരുത്. പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഒക്കെ അടുത്ത് ഷെയർ ചെയ്യണം. ഒപ്പം നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.